ഇതിനോടൊപ്പം വേദിയിലാകുന്ന ദൈവത്തെ ജനം എല്ലാവർക്കും വേദപ്പെടുത്താതെ നാളും ഞാൻ വളരെ അറിയിക്കും. എല്ലാവരും ദയവായി പ്രാർത്ഥനയോടുമായിരിക്കണമെന്ന് അറിയിക്കുകയാണ്. അറിവ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനായ ഒരു മനുഷ്യായുസ്സിൽ ഒരുവൻ സമ്പാദിക്കുന്ന അറിവ് അവൻ ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ച പരിജ്ഞാനം ഇതെല്ലാം പലപ്പോഴും അവനെ അസാധ്യതകളുടെ മണ്ഡലത്തിൽ കൊണ്ടെത്തി. മനുഷ്യൻ അസാധ്യമെന്ന് വിധിയെഴുതുന്നതിനെ ദൈവം തിരുത്തി തന്റെ കൈകൊണ്ട് അവനെ സാധ്യമാക്കുമ്പോൾ നാളെ അത്ഭുതം അതിശയം എന്ന് വിളിക്കും. 118 സങ്കീർത്തനം 23 വാക്യം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടി ആശ്ചര്യമായിരിക്കും. മനുഷ്യർ അസാധ്യമെന്ന് എഴുതിത്തള്ളിയത് യഹോവയാൽ ദൈവം സാധിതപ്രായമാക്കിയപ്പോൾ സ്വന്തം പറയുന്നത് അത് സാക്ഷ്യം വഹിച്ചവർ പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ കണ്ണിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ തന്നെ 22 വാക്യം. അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ എന്താണ് സ്വന്തം അസാധ്യമായ കാര്യം നമ്മൾ എഴുതിയിട്ടു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിയുന്നവർക്ക് പണിവാനുള്ള അറിവുണ്ട്. അവർ ഓരോ സാധനങ്ങൾ ഏർപ്പാക്കി അതിനെ രൂപപ്പെടുത്തുമ്പോൾ കല്ല് ഉപയോഗിക്കാറുണ്ട്. കല്ല് ഓരോന്നോരോന്നായി എടുത്തെടുത്ത് വെച്ചു, വെക്കേണ്ട ഇടങ്ങളെല്ലാം വെച്ചു. അതിനിടയിൽ അവരുടെ കയ്യിൽ ഒരു കല്ല് വന്നുപെട്ടു. അവരതിനെ തിരിച്ചും മറിച്ചും എല്ലാം നോക്കിയിട്ട് അവസാനം ഒരു വിധി എഴുതി. ഇതിനെ പ്രവർത്തിച്ചു. ഈ കെട്ടിടത്തിൽ ഒരിടത്തും വെക്കാൻ ഇത് യോഗ്യതയില്ല. പണിക്കാരനെ എടുത്തു മാറ്റി. എന്നാണ് സൃഷ്ടികർത്താവാണ് ദൈവത്തിന്റെ തെറ്റുപറ്റാത്ത കണ്ണുകൊണ്ട് അവനെ കണ്ട് അവൻ കരങ്ങളിൽ എടുത്തു. പണിക്കാർ നോക്കി നിൽക്കെ സ്വതന്ത്രം പ്രയോഗിക്കലോ അവർ ആ കെട്ടിടത്തിന്റെ മൂലക്കല്ലായി സ്വതന്ത്രം പറയാം. ഈ ഒരു വെയിറ്റാണ് ലോകത്തിന്റെ എഴുതാം. ഇനി പറഞ്ഞേക്കാം ഒരു മനുഷ്യന്റെ അടുത്ത് ഓടിപ്പോകുന്നു. നിന്നെ ജീവിതത്തിൽ ഉപവാസത്തോടെയാണ് എന്റെ തന്നെ അന്തരംഗം പറയും. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ സമൂഹത്തിൽ അധികം പറ്റുപോലെ ഇരിക്കുകയാണെന്ന് തോന്നിയാൽ ഈ പകൽവേളിയിൽ ആത്മാർത്ഥമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ചിന്തകരം ഉയർന്നുവാൻ ലോകം കണ്ടിട്ടില്ലാത്ത അളവിൽ എനിക്ക് സ്ഥാനം തന്നെ വായിക്കാൻ കഴിയുന്ന അത്ഭുത പ്രവർത്തനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും താങ്കൾ പ്രാർത്ഥിക്കാം. ഓരോ ഉപവാസത്തിലും ദൈവത്തിൽ അടുത്തിട്ട് പ്രാർത്ഥിക്കാം. എന്നെ എന്തെങ്കിലും യോജിക്കാൻ കഴിയും. ഞാൻ എന്റെ ദൈവത്തിൽ നിന്ന് പണിയാൻ കഴിയും. ലോകം നിഷേധിക്കുന്ന സ്ഥാനത്തിന് കീഴെ സ്ഥാനം തന്നെ അലങ്കരിക്കാൻ ദൈവത്തിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കിട്ടാവിന്റെ ഈ ജീവിതകാലത്ത് യഹൂദ മത മൗലികവാദികൾ റോമൻ ഭരണകൂടം ഇവരൊരു കേടാണ് സമൂഹത്തിൽ, ഇവർ രാഷ്ട്രത്തിൽ ഒരു ചലഞ്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച മരക്കുരിശ് കൊടുത്ത് യേശുവിനെ തളച്ച് ഈ ജീവിതം അവസാനിപ്പിച്ചെന്ന് വിധിയെഴുതിയപ്പോൾ എല്ലാ നാമത്തിനും നേരായ നാമം കൊടുത്ത് യേശുവിനെ ഉയർത്തി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തിന്റെ വിധിയെഴുതി ഉയർത്തി. വൈദികമായ സമയത്ത് കൂടി ദൈവവചനത്തിൽ നിന്ന് 10 അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാട്ടി എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കും. ദൈവവചനത്തിൽ കാണുന്ന ഒന്നാമത്തെ അത്ഭുതം പൊതുജനനം, വീട്ടിൽ ജനനം. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പരീക്ഷ പ്രമാണിയായിരുന്ന നിക്കോദീമോസ് യഹൂദന്മാരെ പേടിച്ച് രാത്രിയിൽ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നുവെന്നും ദൈവം എന്നോടുകൂടെ ഇല്ലായിരുന്നുവെങ്കിൽ
ഈ അടയാളങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഞാൻ കാണുന്നു. മുഖത്തുനി പറഞ്ഞ നീക്കോഡിമോസിനോട് യേശുക്രിസ്തു പറഞ്ഞു, നീ പറയുന്ന ആ ദൈവത്തിന്റെ രാജ്യമുണ്ടല്ലോ, ഭവനമുണ്ടല്ലോ, അത് നിനക്കൊന്ന് കാണണമെങ്കിൽ ഈ പുതുതായി ഈ പഴയതെല്ലാം പഠിച്ചു വെച്ചോ ഒന്നും നിനക്ക് നടക്കാൻ പോകുന്നില്ല. അതുപോലെ നമുക്ക് വലിയ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്ന രാജ്യം കാണണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. വയോവൃദ്ധന്റെ ജീവിതത്തിൽ ലഭിച്ച അറിവ് അവൻ ഇതിനെ കരടി നോക്കിയ പുസ്തകത്തിനകത്ത് പുതിയനോ ഒരു വാക്കേയില്ല. സ്വതന്ത്രോ ദൈവസിംഹം അത് കേട്ട് തമ്മിൽ നീക്കോദീമോസ് തിരിച്ചു ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം. നീക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ നീക്കോദീമോസിന്റെ അറിവ് വളരെ ശരിയാണ്. നമുക്കുള്ളതുപോലെ തന്നെ ഒരു മനുഷ്യൻ ജനിക്കുന്ന അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ്. ഞാൻ ഒരിക്കൽ ജനിച്ചയാണ്. നീ പറയുന്നൊരു പദപ്രയോഗം പുതുതായി ജനിക്കണം, വീട്ടിൽ ജനിക്കണം. അതെങ്ങനാ? എന്റെ അമ്മയുടെ ഉദരത്തിൽ 2 പ്രാവശ്യം കയറി പുറത്ത് വരണമെന്നാണോ പറയുന്നത്? ലോകം ഇതുവരെ അറിയുന്ന ശാസ്ത്രം വീണ്ടും ജനനമെന്ന കാര്യം അസാധ്യമെന്ന് തന്നെ പറയും. ദൈവത്തിൽ നടത്തും. അപ്പോൾ കർത്താവ് അതിന് മറുപടി കൊടുത്തതാണ് 3:5 യേശു, ആമേനാമേ ഞാനിവിടെ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുന്നു. ദൈവരാജ്യം കാണാൻ കഴിയുന്നത്, ദൈവരാജ്യം കടപ്പാൻ കഴിയുന്നത്, കാണാനും കടപ്പാനും കഴിയണമെങ്കിൽ പുതുതായി ജനിക്കണം. പുതുജനോ പുതുജനം എങ്ങനെയാ നടക്കുന്നത്? 1:23 കെടുന്ന ജീവത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജനനം മാനസിക ജനനം കെടുന്ന ജീവത്താണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല. സ്വാഭാവിക ജനനം, നാച്ചുറൽ ബർത്ത്. ആദ്യമൊരാൾ ജനിക്കുന്നത് അവന്റെ അമ്മയുടെ ഉദരത്തിലെ രക്തത്തിൽ കടഞ്ഞത് പിതാവിന്റെ ഇഷ്ടത്താണ്, മാതാപിതാക്കന്മാരുടെ ജലത്തിന്റെ ഇഷ്ടത്താണ്. ദൈവത്തിന് മഹത്വം. ഇത് കെടുന്ന വീതത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന റീബർത്ത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാണ്. എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താണ്. ജനനം ഒരു സംഭവിക്കുന്നത് ഉദരത്തിൽ, വീണ്ടും ജനനം സംഭവിക്കുന്നത് അവരവരുടെ ഹൃദയത്തിൽ. പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം സ്വന്തം ഹല്ലേലൂയ. അതേക്കുറിച്ച് കർത്താവ് പറഞ്ഞത് നീക്കോദീമോസിന് സ്വന്തം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു വലിയ അത്ഭുതമായി ഇരിക്കുമ്പോൾ എന്നോടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ആ അനുഭവം നമ്മൾ ഒത്തിരി സ്വന്തം അതിനായ നമുക്ക് എന്താണെന്ന് സ്മരിക്കാം. കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 3:6 ജലത്താൽ ജനിച്ചത് ജനമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ക്രിയയാൽ നമ്മളെല്ലാവരും ഒരു ആത്മമനുഷ്യൻ ജനിച്ചു എന്നുള്ളത് അഭിമാനകരമായ വളരെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 3:6 കാറ്റ് ഇഷ്ടമുള്ള ഇടം കൂടുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിക്കുന്നതിനെല്ലാം അതുപോലെയാകുന്നു എന്ന് പറയും. നമ്മുടെ മനസ്സിലാമായ എക്സാമ്പിളാണ്. കാറ്റ് അടിക്കുന്ന മലയാൾക്കാണ്. കാറ്റ് ആരംഭിക്കുന്നതിലൂടെ കാറ്റ് അവസാനിക്കുന്നതിലൂടെ എന്നാരും അറിയുന്നില്ല എന്നാണ്. കാറ്റിന്റെ ഇഫക്ട് നമുക്കില്ലാത്ത ഏതടിക്കും നമുക്കറിയാം. പോയി പാലിച്ചുകൊണ്ട് പോകുമ്പോൾ അറിയാം കാറ്റടിക്കുന്നു. മരങ്ങളുടെ ഇലകൾ പുള്ളിക്കറിയാൻ കാറ്റ് അടിക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മാനുഷിക വ്യക്തികൾക്ക് അഗോചരമാണ്. എന്നാൽ അനുഭവസ്ഥരായി നമുക്ക് സന്തോഷിക്കാൻ നടത്തപ്പെടുവാൻ പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ വൻക്രിയകൾ നടക്കും. അതിലൊരു പ്രവൃത്തിയാണ് വീണ്ടും ജനം. വെള്ളം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രോ ദൈവത്തിന്റെ വചനം.
ദൈവത്തിന്റെ വചനത്തിന് പരിശുദ്ധ പരിവർത്തിക്കുമ്പോൾ ഒരുവരിൽ വീണ്ടും ജന്മം നടക്കും. അതാണ് വചനത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം യേശു ക്രിസ്തുവിന്റെ കന്യകാചരണം. കന്യകയായ മറിയാം യേശു ക്രിസ്തു ജനിച്ചത് രണ്ടാമത്തെ വലിയ അത്ഭുതം. ഒരു കന്യക അമ്മയാകുക എന്ന് പറയുന്നത് ലോകശാസ്ത്രം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. എന്നാൽ ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിന്റെ അടുക്കൽ ചെന്നിട്ട് ലൂക്കോസ് 31 നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പ്രസവിക്കണം. അവൾ ഞെട്ടിപ്പോയി. അവൾ തിരിച്ച് പ്രതികരിക്കുന്നത് 1:34 മറിയം ദൂതനോട് ഞാൻ പുരുഷനെ അറിയാതിരിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും? അവൾക്കറിയാം ഒരു സ്ത്രീ അമ്മയാകണമെങ്കിൽ അവൾ പുരുഷനെ അറിയണം. എന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരസാധ്യ കാര്യം ദൂതൻ പറയുകയാണ്. അവിടെ വെച്ച് അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സ്വന്തം ദൈവത്തിന്റെ ദൂതൻ മറിയാമിന് വിവരിച്ചു കൊടുക്കുന്നു. 1:35 ദൂതൻ പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഗുരുവായി. യേശു ക്രിസ്തുവിന് ശരീരം ലഭിച്ചത് കന്യകമറിയാമിന്റെ ഉദരത്തിൽ അല്ല. എബ്രായർ 10:5 എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പിറവിലൊഴുകിയ രക്തം ആദാമ്യ രക്തമല്ല. കന്യകമറിയാമിന്റെ രക്തത്തിൽ വളർന്നു വന്നിരുന്നെങ്കിൽ പാപഭംഗിതമായ രക്തം ലഭിക്കുമായിരുന്നു. ആ വചനത്തിൽ അറിയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പാപത്തിന്റെ ആച്ഛാദനമില്ല. ആ വിശുദ്ധ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാനുള്ള ശക്തി അതിനുണ്ടായി. മറ്റെല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ ഈ ശരീരം ലഭിച്ചത് പിതാവാം ദൈവത്തിന്റെ സൃഷ്ടിക്ക് വല്ലഭത്വത്താൽ പുത്രന് തനതായ ഒരു ശരീരം പിതാവ് ഉണ്ടാക്കി കന്യകമറിയാമിന്റെ ഉദരത്തിൽ നിക്ഷേപിക്കും. സന്തോഷമുള്ള സ്വന്തം അറിയാത്ത തീയറിക്കൊരു ശരീരം ഒരുക്കിയിരിക്കും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സ്വന്തം കന്യകാ ജനനം എന്ന തിയോളജി. സ്വന്തം യേശു ക്രിസ്തുവിന് ശരീരം കൊടുത്തത് പിതാവാക്കുകയും അതുകൊണ്ടാണ് വേറിട്ട ദൈവമക്കളാകുന്ന ആവർത്തിച്ചു പറയുന്നത് യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മകനല്ല, യേശു ക്രിസ്തു യോസേഫിന്റെ മകനല്ല, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് അനേകം ചെയ്യുന്നത് പോലെ കന്യകമറിയാമിനെ ആരും അഭിഷേകിച്ചത് ആരെന്താഴ്ത്തരുത്. സ്വർഗീയ പിതാവ് ആ തലമുറയിൽ തന്റെ പുത്രന് സ്വന്തം ജന്മമെടുക്കാൻ കൊള്ളാകുന്ന ഒരു സ്ത്രീരത്നം ഭൂമിയിൽ അത് യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നടന്നപ്പോൾ, കരുതി നടന്നപ്പോൾ തെറ്റുവെക്കാത്ത കണ്ണുകൊണ്ട് തിരഞ്ഞെടുപ്പിന് അർഹയായ ഒരു ഭാഗ്യ സ്ത്രീയാണ് വിശുദ്ധ കന്യമറിയാമെങ്കിൽ ആ പദവി ആരും വെട്ടിക്കുറഞ്ഞ് സംസാരിക്കരുത്. സ്വതന്ത്രോ എന്നാൽ അവിടെ നിന്നാണ് വിശേഷം. അതോടെ സ്വന്തം മതി അമ്മയാണ് ദൈവത്തിന് മഹത്വം. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ അത്ഭുതം നിർജീവമായ ശരീരമുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചു. എന്തായിരുന്നല്ല അബ്രഹാം സാറായി. റോമാലേഖനം 4:19 അബ്രഹാമിന്റെ പ്രായം അവിടെ പറയുന്നുണ്ട്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാണ്. അവന്റെ ശരീരം നിർജീവമായി പോയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഒരു സ്വന്തം പറഞ്ഞാലേ ശരീരം ജീവിച്ചാൽ വിശ്വാസം ജീവിച്ചായിരുന്നു. സാറായെ കുറിച്ച് പറയുന്നത് 11 ഭവനത്തിൽ വിശ്വാസത്താൽ സാറായി താൻ സ്വതന്ത്രോ തന്റെ ശരീരം നിർജീവമായത് അറിഞ്ഞിട്ടും സ്വതന്ത്രം താക്കത്തെ ചെയ്തവനെ വിശ്വസനം വേണ്ടി പുത്രോത്പാദനത്തിന് ശക്തി സാറായിട്ടാണ്. സാറിന് വയസ്സെത്രാണ്? 90. രണ്ടുപേരെയും കൂടി സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ടുണ്ടല്ലോ. ഹസ്ബൻഡിന് 100, വൈഫിന് 90. അത് ചെക്ക് ചെയ്യാൻ കൊണ്ട്
ആശുപത്രിക്ക് ഇവിടെ സ്പെഷ്യലിസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി എന്തായിട്ട് വളർന്ന് പോകണമെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തം നിങ്ങൾക്ക് നാളത്തില്ല ഇവിടെ വരാൻ ഇത് യോജിച്ച് ആളുകളവിടെ പോകും സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഇനി ഡോക്ടറേട് സ്വന്തം പൈസനോട് 17-ാം വാക്യത്തിൽ ദൂതൻ ചെന്നിട്ട് താൻ അമ്മയാകുന്ന കാര്യം പറഞ്ഞപ്പോൾ അബ്രഹാം പ്രതികരിച്ചതോടെയുണ്ട്. അപ്പോൾ അബ്രഹാം കവല വീട് ജീവിച്ചു. 100 വയസ്സുള്ളവൻ മകൻ ജനിക്കുമോ 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാം പോലും അസാധ്യമെന്ന് എഴുതി തള്ളി. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? 18-14 അതായത് പോയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്വന്തം വഴിയാതെ കഴിയാത്ത ഒരു കാര്യമില്ല. വിശ്വാസികളായ നമ്മുടെ വിശ്വാസമതാണ് നല്ല വിദ്യാഭ്യാസം സ്വാഭാവികമായി സംഭവിക്കുന്നവർക്ക് സംഭവിക്കുന്നു. വിശ്വസിക്കുന്ന വിശ്വാസമുണ്ട്. അസാധ്യം സാധിക്കുമെന്ന് ദൈവത്തിന് അങ്ങനെ ഇതാകാ കുടുംബത്തിൽ തിരിച്ചു വീണു. 4ാമത്തെ അത്ഭുതം സ്വന്തം സൃഷ്ടികർത്താവാം ദൈവത്തിന്റെ ആത്മാവ്, അഖിലാണ്ടങ്ങളിൽ ഒതുങ്ങാത്ത ദൈവത്തിന്റെ ആത്മാവ് വിഷഗാത്രനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നവരെക്കാൾ സ്വന്തം പറഞ്ഞു ദൈവത്തിന് മഹത്വം. ഗലാത്യർ 4:6 ഞാൻ വേഗം പറഞ്ഞു പോവുക. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാവിലാവെന്ന് വിളിക്കുന്ന സഹോദരന്റെ ആത്മാവിനെ ദൈവം നിങ്ങളെ ഹൃദയങ്ങളിലയച്ചു. പരമബോധം വരുത്തിക്കൊണ്ട് പരമനാമർപ്പിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. 5ാമത്തെ അത്ഭുതം മനുഷ്യ സൃഷ്ടിപ്പിലെ നിസ്തുല്യത. മനുഷ്യനെല്ലാം അറിയാം, വളരെയധികം കാര്യങ്ങൾ അറിയാം. ഞാൻ ISRO ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കൊരു അഭിമാനമുണ്ട്. ISROയിൽ നിന്ന് ചന്ദ്രയാൻ വിട്ടു. അതവിടെ അങ്ങ് ചന്ദ്രനിൽ പോലും ഇടിച്ചിറങ്ങി. അവർ കണ്ടുപിടിച്ചിരിക്കുക ചന്ദ്രനിൽ കാണാമെന്ന്. അവിടെ വരെ ഒരു മനുഷ്യനാരാന്ന് അവൻ അറിയത്തില്ല. ദൈവത്തിന് വളർന്നോ 2.4 പവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഒതുക്കാൻ പ്രാപിക്കുന്നു. ദൈവം 3 വ്യക്തിത്വങ്ങൾ ചേർന്ന ഒരു വ്യക്തിയാണ്. ഗോഡ് ഈസ് എ ട്രൈയൂൺ ഗോഡ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യനും സൃഷ്ടിയുടെ നിലയിൽ ഇതര സൃഷ്ടികളേക്കാൾ മികച്ച സ്ഥാനം കൊടുത്ത് അവർ തന്നെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മറ്റൊരു വർഷം ഭൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് 2 വ്യക്തിത്വമാണ്. അതാണ് 2.4 പവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള നാൾക്കുനാൾ ഒതുക്കം പ്രാപിച്ചു. മനുഷ്യന് 2 വ്യക്തിത്വമാണ്. 1 ഔട്ടർ പേഴ്സൺ, 2 ഇന്നർ പേഴ്സൺ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. പവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ നോക്കിൽ ജീവശ്വാസം ഊതി. ഇതാണ് ബോഡി അല്ലെങ്കിൽ ശരീരം. ഔട്ടർ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നിർമ്മിതിയാണ്. ആ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ഈ റോഡ് ഒരു നിർമ്മിതിയാണ്, കൺസ്ട്രക്ഷൻ. ഇത് കല്ലും സിമെന്റും എല്ലാം ഉണ്ട്. മുകളിൽ മറ്റ് മെറ്റീരിയലെല്ലാം ചേർത്ത് ഇതിന് രൂപം കൊടുക്കുന്നതിനാണ് നിർമ്മിതി എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാൻ വേണ്ടി ഒരു അസംസ്കൃത സാധനം തിരഞ്ഞെടുത്തപ്പോൾ തന്റെ കയ്യിൽപ്പെട്ടത് പൊടിയാണ്. ഞാൻ ആരാണെന്ന് നോക്കി കളിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനുഷ്യ നീ ഒരു പിടി പണ്ണ അലങ്കരിക്കരുത്. ഇങ്ങനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നമ്മുടെ IPCയിലെ ജീവിതദാസ് ക്യാൻസർ മത്തായി പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ തന്ന പോയിട്ട് ഒരു കടന്നുപോയി. അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എന്റെ ഒരു കഠിനമാണ്. എന്തോ ഒരു നടു പറ്റിയതുപോലെയാണെന്ന് പറഞ്ഞു.
അറിയാത്തിന് പെട്രോളിൽ എന്നെ കാണാനായിട്ട് പോകുന്നതിന്റെ അടുത്തോട്ട് പോയി ഇങ്ങോട്ട് വലിയ അയ്യോ ഭയങ്കരമായി തകർന്നു. ഞങ്ങൾ വരാൻ താല്പര്യപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടിയാണ്. നമുക്ക് പറയുകയോ അടുത്ത നമ്മുടെ ഉടമസ്ഥ അനുവദിക്കുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജീവിക്കാൻ ദൈവത്തിന് മുഖത്തും വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ നമ്മുടെ അധികാരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതം ദൈവത്തിനകത്ത് മനുഷ്യന്റെ കുറച്ചൊക്കെ ഇരുന്ന് പോകും. ഇതുണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഇതിന് 70 ഏറെ 80 വയസ്സ് വരെ സ്വതം കാലദൈർഘ്യമുള്ളതാണ് മോശ ആത്മാവിൽ എഴുതിയിരിക്കുന്നത്. 1 സങ്കീർത്തനത്തിൽ ദൈവത്തിന് മഹത്വം. ഈ പോലെയുള്ള മനുഷ്യനിൽ, താൽക്കാലിക മനുഷ്യനിൽ, ഈ നിർമ്മിതിയിൽ ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം വാക്യം ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കും. മനുഷ്യന്റെ ഒരു നിർമ്മിതിയിൽ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മലേഖ 4-ാം അധ്യായം 17-ാം വാക്യം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരും. ഒരമ്മ എന്റെ മകളെ ലൂസിമോളെ എന്ന് വിളിക്കുന്നതിന് ഒരാഹാരമുണ്ട്. ഒരമ്മയ്ക്ക് ഒരു മോളുണ്ട്. അവൻ അമ്മയുടെ പേര് ലൂസിമോളാണ്. ലൂസിമോളെ നമ്മ വിളിക്കുന്നത് എന്റെ വിളിയുടെ ശബ്ദപരിധി എവിടെയോ എന്റെ മകൾ നിൽക്കുന്നുണ്ട് എന്ന ഉറപ്പിന്മേൽ വിളിക്കുമ്പോൾ അമ്മയുടെ ശബ്ദം കേട്ട് ഉള്ള മകൾ വിളി തിരിച്ചറിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിക്കും. എന്നാൽ 1000 കോടി തേജോമുള്ള ഈ അഖിലാണ്ടത്തിൽ ജ്ഞാനമില്ലാതിരിക്കുമ്പോൾ യുദ്ധശൂന്യമായ ഈ അഖിലാണ്ടത്തിൽ ഒന്നമില്ലായ്മയിൽ നിന്ന് സകലത്തിന്റെയും രൂപം, അതിന്റെ മനോഹരിക്കലുകൾ, അതിന്റെ സ്വഭാവം, അതിന്റെ പ്രവർത്തന ശൈലിയെല്ലാം ദൈവവചനത്താൽ വിളിച്ചു വരുത്തിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയോട് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ 59 ടൺ എന്ന് പറഞ്ഞാൽ 59 എന്ന് പറഞ്ഞാൽ കണക്ക് പഠിച്ചു നോക്കിയാൽ 10ന്റെ കൂടി 20 കിട്ടും. പറഞ്ഞാൽ 50ന്റെ വലത്തുകാലത്ത് 20 പൂജ്യം ഇട്ടാൽ എത്രയോ വലിയ പുസ്തകത്തിൽ വെളി പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരുന്നു. 59 വലത്തുകാലം 20 പൂജ്യം ഇട്ടാൽ അതിനകത്ത് 59 വഴി ഒരു ഗുണമെടുത്ത് 10 മിനിറ്റ് എത്ര നമുക്ക് അത്രയും ഭാരം നമ്മുടെ ഭൂമി മനസ്സിൽ കന്യം വന്നു നോക്കിയേ ഉള്ളൂ. എത്രയോ അങ്ങോട്ട് സൂര്യൻ നക്ഷത്ര ലോകങ്ങളിൽ 50 നക്ഷത്രം. ഇപ്പൊ ജാലങ്ങളുടെ എല്ലാ സംഭവങ്ങളെയൊക്കെ യാത്ര ചെയ്യാൻ തെരഞ്ഞു പിടിക്കുക. എന്റെ ദൈവമേ അവർ വിളിക്കുക. ഇതൊക്കെ പിന്നെ എവിടുന്ന് വരുന്നത് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല എവിടെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തെ ഒന്ന് വിളിക്കാവോ? അപ്പോൾ ദൈവം ഉണ്ടാകട്ടെ. ദൈവം തന്റെ വാക്കുകൾ ഒരിക്കലും പിരിക്കാത്ത ഒരാത്മമനുഷ്യനെ ദൈവം കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യന് അദൃശ്യമായ ആത്മമനുഷ്യനെ സൃഷ്ടിച്ചാണ്. ക്രിയേഷൻ നമ്മൾ സൃഷ്ടിപ്പിൽ നിസ്തുല്യരാണ്. 5 പൈസ ബാൻപാലത്തില്ലെങ്കിലും എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി നിന്നുകൊണ്ട് പറയണം,
ദൈവം ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ആത്മാവിനെ എന്നെ മനുഷ്യനായി സൃഷ്ടിച്ചതിനാൽ ഞാൻ ദൈവത്തിന്റെ മക്കളുടെ ഉണരട്ടെ. എന്താണ് ദൈവത്തെ സ്തുതിക്കണം? നാം അതുകൊണ്ടാണ് സൃഷ്ടികർത്താവിനെ സ്തുതിക്കുന്നത്. എന്നെ ഇങ്ങനെ ചമച്ചത്, എന്നെ മനുഷ്യരാക്കിയതിന്, എന്നെ അനശ്വരനായ ആത്മാവിനെ തന്നതിന് നാം ദൈവത്തെ സ്തുതിക്കണം. ശ്രദ്ധിക്കുന്ന അത്ഭുതം. അടുത്തതായിട്ട് സ്വതന്ത്രോ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ വിശ്വാസത്താലുള്ള പാപക്ഷമ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ ആവർത്തിച്ച് വായിക്കുമായിരുന്നു. അത് ജീവിതത്തിൽ പകർത്തുവാൻ പരിശ്രമിച്ച ഒരു മഹാനാണ് അദ്ദേഹം. വെള്ളക്കാരെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും, ഇവിടെ സ്ഥാപിക്കും. വെള്ളക്കാർക്ക് കയറാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ് വെച്ചത്, ഇന്ത്യക്കാർ കയറുന്നത് അങ്ങനെ നിയമം വെച്ചിരുന്നു. എന്നാൽ നിയമലംഘനം എന്ന സമരമുറ മഹാത്മാഗാന്ധി ആവിഷ്കരിച്ചപ്പോൾ പശ്ചാത്തലമായിട്ട് കയറാനില്ല. അവിടെ നിന്ന ഗാർഡ് ഊട്ടിട്ട് മഹാത്മാഗാന്ധിയുടെ മുഖത്ത് തൊഴിച്ചു. മഹാത്മാഗാന്ധി നിലത്തു മാറ്റു. ആ മനുഷ്യൻ തന്നെ ഒന്ന് പൊക്കിയെടുത്തപ്പോൾ മഹാത്മാഗാന്ധി തിരിഞ്ഞ് സ്നേഹിത, നീ എന്നെ തൊഴിച്ചപ്പോൾ എന്റെ പല്ലെങ്ങാം എന്റെ കാലയിൽ കൊണ്ടോ എന്ന് പറഞ്ഞ് ആ കാലിൽ തടയുന്നു. അവർക്ക് ചിരി വരുന്നു. അമ്മയെങ്ങാം തൊഴിച്ചവരെ എന്നെ പറഞ്ഞത് എനിക്ക് വിരോധമൊന്നുമില്ല. നമ്മളങ്ങനെ പറയുന്നത് എനിക്ക് യാതൊന്നും പറയുന്നു. എന്നാൽ ഇത് നേരിൽ ആരെയും ഇപ്പൊ തുണിക്കാൻ വെക്കാൻ വേണ്ടി കാര്യം ചെയ്യും. ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുന്നത് കൊടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാനൊരു അവരുടെ ജനറൽ പ്രസിഡന്റ് ഒരു വളവോട് ഞാൻ എനിക്ക് വയറിന് ഒരാളോ കാണിക്കുന്നു. ഇതാ പറയാ ഓരോരുത്തരും പറയുന്നത് കാണിക്കുന്നതെല്ലാം കൂട്ടാൻ കിട്ടി ബുദ്ധിമുട്ടാ. ഇത് ധാരാളം കിളവ് എന്തെങ്കിലും വിൽക്കാൻ പറ്റുള്ളൂ. ക്ഷമിക്കാൻ പ്രത്യേകമാണ്. യേശുക്രിസ്തുവിന്റെ എല്ലാ ഉപദേശങ്ങളും സ്വതന്ത്രം വഹിച്ചതോ ജീവിതത്തിൽ ഹല്ലേലൂയ സ്വതന്ത്രം അനുകരിപ്പാൻ ശ്രമിച്ച മഹാത്മാഗാന്ധി പറഞ്ഞു. ഉപദേശമൊക്കെ യേശുവിനല്ല, പക്ഷേ ഞാൻ ചെയ്ത പാപത്തിന് യേശു ക്രൂശിൽ മരിച്ചതിനാൽ ശിക്ഷ ഒഴുകി കിട്ടുമെന്നത് എനിക്ക് വിശ്വസിക്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്ത കാരണത്തിൽ ഞാൻ തന്നെ ഫലം അനുഭവിച്ചു. ഉത്തമപ്രവർത്തി ചെയ്തവൻ അടുത്ത ജന്മത്തിൽ എനിക്കായിട്ട് പോയി. അതൊക്കെ പൊക്കലാതിരിക്കും. ഏതായാലും ദൈവമക്കളെ നമ്മളെല്ലാം വിശുദ്ധരായി തന്നെ വെളിപ്പെടുവോ. അവർക്ക് ലഭിച്ച ശുദ്ധീകരണത്തിനായി ലോകം മഹാത്മാവ് എഴുതിത്തന്ന മഹാത്മ്യമെന്ന് എല്ലാ ദൈവമെന്നാണ് ഈ ഒരു സത്യമായ അടുത്ത അത്ഭുതം. യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ലോക സൗഖ്യം. മർക്കോസ് 5:30, 5:29 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 12 ദീർഘവർഷം കഠിനമായ രോഗം ബാധിച്ച ഒരു ചോദ്യം ഒട്ടും വേഗം വരാതെ അവസാനമുള്ളൊരു കാര്യം തീരുമാനിച്ചു. ഇനി എനിക്ക് ഇവിടെ യേശുവിന്റെ അടുക്കൽ പോയാൽ അത് ഈ ആയിക്കുന്നതിന് നല്ല കുഞ്ഞിനെ ഒന്ന് തൊടാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു. ഒരു വാക്ക് പറയാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അടുത്തിയെത്താൻ കഴിയാൻ അവൾ സ്വതം വളരെ ആഗ്രഹത്തോടെ വന്ന് തൊടാൻ സാധിക്കില്ല. പക്ഷെ തന്റെ ശരീരത്തിൽ നിന്ന് പാല് പറഞ്ഞുകൊണ്ടിരുന്ന ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഒന്നത്തോട്ട് കണ്ടുകിറങ്ങിയപ്പോൾ കൃത്യമായ വസ്ത്രം ഒരിക്കലും യേശുവിന് അവൾ ഒത്ത കാര്യം പറഞ്ഞുകൊടുത്ത് കാണത്തില്ല. സ്വതന്ത്രം വഹിച്ചോ ശരീരത്തിൽ തൊടാൻ പറ്റിയില്ല. എന്നാൽ ആ നാല് സഹോദരി വീട്ടിൽ നിന്ന് ഇറയോടെ എറിയുന്നത് കഥാപം അവരെ തൊട്ടപ്പോൾ അതൊരു വിശ്വാസ പരസ്യമായി അവർ പ്രഖ്യാപിച്ചപ്പോൾ യേശു അവിടെ നിയമം ഇഷ്ടം. കാരണം യേശു പറയുന്നത് എങ്കിലും ശക്തിമാണ്. ദൈവിക രോഗശാന്തി സ്വതം യേശു ക്രിസ്തുവെങ്കിൽ ശക്തി വ്യാപരിക്കുമ്പോഴാണ്. ദൈവിക രോഗശാന്തി ലഭിക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിച്ച് മുട്ടയിലിരുന്നു ശക്തി വേണമെന്ന സൗഖ്യം സ്വന്തം പറഞ്ഞ് ദൈവനാഥ പ്രാർത്ഥിച്ച മക്കളെ ഒക്കോ സ്വന്തം വിടുതല.
കർത്താവ് തൊട്ടിരിക്കുക. ചുമ്മാ തമാശ പറയാമെന്ന് ഞാനുണ്ട്. ദൈവത്തിനുള്ള ദൈവദാസൻ അവരുടെ ശക്തിയാണ് പറഞ്ഞ് നിലവിലുള്ള വിശേഷ ദൈവസഭയിലെ ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കരുത്. പ്രാർത്ഥിപ്പിക്കണം. കാരണം അവർ ദൈവത്തിന് പ്രതിപുരുഷന്മാർ. കാരണം നല്ല ദൈവദാസന്മാർക്ക് വെളിപ്പെടും. വാസ്തവത്തില് നാം ഉറയ്ക്കണം. ദൈവികമായി വിശ്വസിക്കുന്ന അർത്ഥമൊന്നുമില്ല. ദൈവം കർത്താവ് ഇന്ന് സൗഖ്യവാനായി സൗഖ്യദായകനായി ജീവിക്കുന്നു. ദൈവനാമം മൈകപ്പെടുന്നു. സ്വന്തം അടുത്തത് സ്വതന്ത്രോ ശരീരത്തിൽ വസിച്ചുകൊണ്ട് അനുഭവത്തിൽ സ്വർഗത്തിൽ പേരാ തൊക്കുന്നൊക്കെ പോയൊരു കാര്യം പറഞ്ഞു കേട്ടത്. സ്വർഗത്തിപ്പാൻ സ്വതന്ത്രോ മൂന്നാം സ്വർഗം സ്വതന്ത്രോ സ്വർഗം. ഇവിടെ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. സ്വതന്ത്രം പറഞ്ഞേ ഈ പാപം എനിക്ക് വേണ്ട. ഇതുവരെ ചെയ്ത പാപം യേശുവിനോട് പറഞ്ഞ് ക്ഷമിച്ചു. ഈ ശരീരം ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. തീരുമാനിച്ച് ആണിയടിക്കണം കയ്യെ. ഒരു കാലത്തിന് വിധി വെച്ച് വേറാണി അടിക്കണം. യേശുവിനോട് ചേർത്ത് ആണിയടിക്കണം. പാപസംബന്ധമായി മരിക്കണം. മരിച്ച ജലശരീരത്തെ ജലാശയത്തിൽ മൂടണം. ഉടനെ തന്നെ മുക്കുകയാണ്. സ്വന്തം പറഞ്ഞ് അത് ചെയ്തോളൂ. പിടിക്കുന്നു. ഏതിനെ വന്ന് മുക്കും. സ്വന്തം പരിശുദ്ധാത്മ യേശു ക്രിസ്തു പോയിട്ട് ലാഭകരാണ്. യേശു ക്രിസ്തു സ്ഥാനപ്പെടുത്തുന്ന എല്ലാ പരിശുദ്ധാത്മാർ മുക്കിയാൽ പിന്നെ ഒരിക്കലും പൊക്കത്തില്ല. സ്വന്തം പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ മുക്കി പിടിച്ചോണ്ടിരിക്കും. വീണാത്തില്ല. ഒരിക്കൽ ആത്മസ്ഥാനം ലഭിക്കുന്നവരെ അതിന് പുറത്തെടുക്കുന്നത് വിജയം ആവർത്തിക്കുക. അവരുടെ വിജയമല്ല. ആത്മസ്ഥാനം ഒരിക്കലായിരുന്നു. ജലസ്നാനവും ഒരിക്കലാണ്. ഓരോ മുറിവാക്യവും കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ട ശരിയായില്ല തൂത്തുമായിട്ട് വേറെ ജ്ഞാനം കൊണ്ട് വന്നാൽ സ്വന്തം പ്രേക്ഷകർ തീരെ നിൽക്കാനുള്ള നന്ദേടം ഉണ്ടായി. ദൈവത്തിന് മതത്വം ഉണ്ടാകട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മുക്കിയെന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വർഗത്തിലാണ്. ഒപ്പം പറഞ്ഞ അനുഭവത്തിൽ ദൈവം നമ്മെ സ്വർഗമണ്ഡലങ്ങളിൽ വരിക. സ്വപ്നം എന്ന് പറഞ്ഞാൽ അവനോട് ഉയർപ്പിച്ചെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തുണ്ട്. ഒരു മിനിറ്റുണ്ട്. പെട്ടെന്ന് പറഞ്ഞേക്കാം. അടുത്തത് ശരീരത്തിന്റെ വീണ്ടെടുക്കും. ഈ ഗ്രഹിക്കുന്ന ശരീരമുണ്ടല്ലോ വീണ്ടെടുക്കപ്പെടും. വിദ്യാലയനെ 3:20 നമ്മുടെ പൗരത്വമോ അവിടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നാണ് കാത്തിരിക്കുന്നത്. അവൻ സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ സാക്ഷിയുടെ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവമായിരുന്ന ഈ ഗ്രഹിച്ചു പോകും ശരീരം ധൈര്യപ്പെടേണ്ട യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നിബന്ധമുണ്ട്. സ്വതന്ത്രം പ്രയോഗിച്ചു. ഏറ്റവും അവസാനമായി അത്ഭുതങ്ങളിൽ അത്ഭുതം സ്വതന്ത്രം പ്രയോഗിച്ചോ സ്വതന്ത്രത്തിലേക്ക് 4:16 കർത്താവ് നാദത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി സ്വതന്ത്രം വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി ദൂതന്മാരുടെ വലിയൊരു സംഘവുമായി മധ്യാകാശത്തിൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി വെളിപ്പെടും. ഒരു സ്വന്തം പറയാതെ ദൈവത്തിന് മാത്രം യേശു ക്രിസ്തു വരും. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ശരീരം എവിടെ സംസ്കരിച്ചോ അവിടെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു പോയ ശരീരങ്ങൾ റീയുണൈറ്റ് ചെയ്ത് ഈ ശരീരം രൂപം കൊള്ളും. കർത്താവിന്റെ ശബ്ദത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രൂപാന്തരം പ്രാപിക്കും. ഈ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കും. സ്വന്തം പ്രൈസലോ ഭേദസ്കരണം പ്രാപിച്ച രൂപാന്തരം പ്രാപിച്ച ഈ ശരീരം ലോകത്തിൽ സ്വന്തം നാളിൽ വരെ മരിച്ചിറക്കപ്പെട്ട വിശുദ്ധന്മാർ ഒന്നിച്ചൊരേ ദിവസം ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് നടന്ന പുസ്തകത്തിൻ്റെതായ ആരോഗ്യ പദവി പ്രാപിച്ചുകൊണ്ട് വിയാത്തരനേൽക്കും. പിന്നെ ജീവനോടെ ജീവിക്കുന്നവർ കണ്ണുമീക്കുന്നതിനിടയിൽ അവരോടൊത്ത് രൂപാന്തരപ്പെട്ടു യേശുവിനെ പനാരാധനയിൽ എടുക്കപ്പെടും. ലോകം കാണാൻ പോകുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന അത്ഭുതമാണ്. ലോകം വിശുദ്ധന്മാരായ നമുക്ക്
ഒരുക്കാം കർത്താവിന് വേണ്ടി അതിനു വേണ്ടി ഒരുക്കണം. അനുഗ്രഹിക്കാം.